I have been thinking we haven't got a home because there wasn't time to build a house before he came from the island. But we haven't got a home at all. Now I have understood that. I have been thinking we haven't got a home because there wasn't time to build a house before he came from the island. ഞാൻ ആലോചിക്കുന്നത് ഞങ്ങൾക്കൊരു വീടില്ലാത്തത് ഞങ്ങൾക്കൊരു വീട് ഉണ്ടാക്കാൻ സമയം കിട്ടാഞ്ഞിട്ടാണെന്നാണ്. ബട്ട് വി ഹാവിൻ ഗോട്ട് എ ഹോം അറ്റ് ഓൾ. പക്ഷെ ഞങ്ങൾക്കൊരു വീട് തന്നെ ഇല്ലായിരുന്നു. നൗ ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ്. ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി. ഞങ്ങളെല്ലാവരുടെയും അടിമകളാണ് എന്നുള്ളത് കൊണ്ടാണ്. ഐ ആം നോട്ട് സ്റ്റുപ്പിഡ്. ഞാൻ അത്ര വിഡ്ഢിയൊന്നുമല്ല. വെൻ ദ കോംറേഡ്സ് കം ടു ദിസ് പ്ലേസ് ഇൻ ദ കോമി ടു ടോക്ക് ഹിം ഹിയർ, ഐ ഡോണ്ട് ഗോ എവേ വിത്ത് മൈ മദർ ആഫ്റ്റർ വി ഹാവ് ബ്രോട്ട് ദം ടീ ഓർ ഇഫ് ഷീ മെയ്ഡ് ഇറ്റ് ഫോർ ദ വീക്കെൻഡ് ബിയർ. ഞാനത്ര മണ്ടയൊന്നും ആയിരുന്നില്ല. വെൻ ദ കോംറേഡ്സ് കം ടു ദിസ് പ്ലേസ്, അവൻ്റെ സുഹൃത്തുക്കൾ ഈ സ്ഥലത്ത് വരുമ്പോൾ, മിനി ബസ്സിൽ വരുന്ന സമയത്ത് എൻ്റെ അമ്മ അവന് ചായ ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പം ബിയറായിരിക്കും. ദേ ലൈക്ക് ഹെർ ബിയർ. അവരുണ്ടാക്കുന്ന ബിയർ അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. ദേ ടോക്ക് അബൌട്ട് അവർ കൾച്ചർ ആൻഡ് ദർ ഈസ് വൺ ഓഫ് ദം who makes a point of putting his arm around my mother, calling her the mama of all of them. അപ്പോൾ അവരുടെ സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുകയും അതിലൊരാൾ ആ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരെല്ലാവരുടെയും അമ്മയാണ്, എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് അങ്ങനെ പറയുമായിരുന്നു, ദ മമ്മ ഓഫ് ആഫ്രിക്ക, നിങ്ങൾ ആഫ്രിക്കയുടെ അമ്മയാണെന്ന് പറയും. സംടൈംസ് ദേ പ്ലീസ് ഹെർ വെരി മച്ച് ബൈ ടെല്ലിങ് ഹെർ ഹൗ ദേ യൂസ് ടു സിങ് ഓൺ ദ ഐലൻഡ് ആൻഡ് ഗെറ്റിംഗ് ഹെർ ടു സിങ് എൻ ഓൾഡ് സോങ്. ചിലപ്പോൾ അവർ അമ്മയെ സന്തോഷിപ്പിക്കുക എങ്ങനെയാണ് അവർ ദ്വീപിൽ വെച്ച് പാട്ട് പാടിയിരുന്നതെന്നും. ഇപ്പോൾ അമ്മയോട് ഒരു പാട്ട് പാടാൻ പറയും. വി ഓൾ നോ ഫ്രം അവർ ഗ്രാൻഡ് മദേഴ്സ്, ഞങ്ങൾ മുത്തശ്ശിമാർ പാടിയിരുന്ന ആ പാട്ട് പാടാൻ പറയും. ദെൻ ദേ ജോയിൻ വിത്ത് ദെയർ സ്ട്രോങ് വോയിസസ്. അവരവരുടെ ശക്തമായ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് അവരും ഈ പാട്ട് പാടാൻ കൂടുമായിരുന്നു. മൈ മദർ ഡസൻ ലൈക്ക് ദിസ് നോയ്സ് ട്രാവലിംഗ് അക്രോസ് ദ വേൾഡ്. ഇത് ഈ വയലിൽ നിന്നും പുല്ല് നിറഞ്ഞ ആ സ്ഥലത്തിൽ നിന്നും അപ്പുറം പോകാൻ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. മൈ ഫാദർ ഡസൻ ലൈക്ക് ദിസ് നോയ്സ്. അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് പേടിയായിരുന്നു, ഇതെങ്ങനെ വെള്ളക്കാർ കേൾക്കുമോ എന്നുള്ള പേടിയായിരുന്നു. ഹീ ഈസ് അഫ്രൈഡ് ദാറ്റ് ഇഫ് ദ ബോർ ഫൈൻഡ്സ് ഔട്ട് മൈ മാൻ ഈസ് എ പൊളിറ്റിക്കൽ. അപ്പോൾ അത് അവർ പേടിയാൻ കാരണം ഈ വെള്ളക്കാരൻ, ബോർ എന്ന് പറഞ്ഞാൽ ഡച്ച് മാൻ അല്ലെങ്കിൽ വൈറ്റ് പീപ്പിൾ, അപ്പോൾ അവർ അറിയുകയാണെങ്കിൽ മൈ മാൻ ഈസ് എ പൊളിറ്റിക്കൽ, അതായത് ഈ സ്ത്രീയുടെ ഭർത്താവ് പൊളിറ്റിക്കൽ ആണെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്. പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്, അവരുടെ ലിബറേഷന് വേണ്ടി പൊരുതുന്നവനാണെന്ന് അറിഞ്ഞാൽ, ഫ്രം ദ ഐലൻഡ്, ദ്വീപിൽ നിന്നും വരുന്ന ആളാണെന്ന് പറഞ്ഞാൽ, ആൻഡ് ഈസ് ഹോൾഡിങ് മീറ്റിംഗ്സ് ഓൺ ദ ബോവേഴ്സ് ലാൻഡ്, ആ ബോവറുടെ വെള്ളക്കാരൻ്റെ ഭൂമിയിൽ വെച്ച് മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞാൽ, ഹി വിൽ ടെൽ മൈ ഫാദർ ടു ഗോ ആൻഡ് ടേക്ക് ഹിസ് ഫാമിലി വിത്ത് ഹിം. അപ്പോൾ അദ്ദേഹം ആ വെള്ളക്കാരൻ എൻ്റെ അച്ഛനോടും അവൻ്റെ കുടുംബത്തെയും അവിടെ നിന്നും എന്നേക്കുമായി മാറിപ്പോകാൻ വേണ്ടി പറയും. അവരവിടെ നിന്ന് പുറത്താക്കും. ബട്ട് മൈ ബ്രദർ സേസ് ഇഫ് ദ ബോർ ആസ്ക് എനിത്തിങ് ജസ്റ്റ് ടെൽ ഹിം ഇറ്റ്സ് എ പ്രെയർ മീറ്റിംഗ്. അപ്പോൾ എൻ്റെ സഹോദരൻ പറയും, ഇത് എന്തെങ്കിലും ഈ വെള്ളക്കാരൻ ഇതിനെപ്പറ്റി ചോദിച്ചാൽ ഞങ്ങളിവിടെ നടത്തിയത് ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് ആണെന്ന്, പ്രാർത്ഥനാ യോഗമാണെന്ന് പറയണം. ദെൻ ദ സിംഗിങ് ഈസ് ഓവർ. മൈ മദർ നോസ് ഷീ മസ്റ്റ് ഗോ അവേ ഇൻ ടു ദ ഹൗസ്. അങ്ങനെ പാട്ട് പാടുന്ന സമയത്ത്, പാട്ട് കഴിയുമ്പം അമ്മയ്ക്കറിയാം, അമ്മ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. ഐ സ്റ്റേ ആൻഡ് ലിസൺ. ഞാൻ അവിടെ നിന്ന് പിന്നെയും കേൾക്കുമായിരുന്നു. ഹി ഫോർഗെറ്റ്സ് ഐ എം ദർ വെൻ ഹി ഈസ് ടോക്കിംഗ് ആൻഡ് ആർഗ്യൂയിങ് അബൌട്ട് സംതിങ് ഐ ക്യാൻ സീ ഈസ് ഇമ്പോർട്ടൻറ്റ്, more important than anything we could ever have to say to each other when we were alone. നമ്മൾ രണ്ടുപേരും സ്വന്തമായിരിക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അവർ പറയുന്നതെന്ന് എനിക്കറിയാമായിരുന്നു, അത് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ബട്ട് നൗ ആൻഡ് ദെൻ വെൻ വൺ ഓഫ് ദ അതർ കോംറേഡ്സ് ഈസ് സ്പീക്കിംഗ്, ഐ സീ ഹിം ലുക്ക് അറ്റ് മീ ഫോർ എ മൊമെൻറ്റ് ദ വേ ഐ വിൽ ലുക്ക് അപ്പ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ചിൽഡ്രൻ. അപ്പോൾ അവനും അവൻ്റെ സഹപ്രവർത്തകനും സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ വിദ്യാർത്ഥികളെ നോക്കുന്നത് പോലെ എന്നെ നോക്കുമായിരുന്നു. ആൻഡ് സ്കൂൾ ടു എൻകറേജ് ദ ചൈൽഡ് ടു അണ്ടർസ്റ്റാൻഡ്, ആ കുട്ടിയെ മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുന്നത് പോലെ എനിക്കെന്തെങ്കിലും മനസ്സിലാവുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിക്കുമായിരുന്നു. ദ മെൻ ഡോണ്ട് സ്പീക്ക് ടു മീ ആൻഡ് ഐ ഡോണ്ട് സ്പീക്ക്. അവരൊന്നും എന്നോട് സംസാരിച്ചിരുന്നില്ല, ഞാനും തിരിച്ച് സംസാരിച്ചിരുന്നു. വൺ ഓഫ് ദ തിങ്സ് ദേ ടോക്ക് അബൌട്ട് ഈസ്
ഓർഗനൈസിങ് ദ പീപ്പിൾ ഓൺ ദ ഫാംസ്. അവർ സംസാരിച്ച വിഷയങ്ങളിലൊന്ന് അവിടുത്തെ ആ കൃഷിയിടങ്ങളിലെ ആളുകളെ, ദ വർക്കേഴ്സ്, അവരെ ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുന്നതും, ലൈക്ക് മൈ ഫാദർ ആൻഡ് ബ്രദർ ആൻഡ് ലൈക്ക് ഹിസ് പേരൻസ് യൂസ് ടു ബി, അവൻ്റെ അച്ഛനമ്മമാർ ചെയ്യുന്നത് പോലെ തന്നെ എൻ്റെ സഹോദരനെയും അച്ഛനെയും ഒക്കെ അവരുടെ ആ പ്രസ്ഥാനത്തിലേക്ക് മാറ്റാൻ വേണ്ടിയായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. അവരെല്ലാം ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഡ്യൂട്ടി. ഐ ലേൺ വാട്ട് ഓൾ ദീസ് തിങ്സ് ആർ. മിനിമം വേജ്, എനിക്കെല്ലാം മനസ്സിലാവും. അവർ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ്. അവർ ജോലി ചെയ്താൽ അതിന് മിനിമം വേജ് വേണം, മിനിമം കൂലി വേണം, പിന്നെ ലിമിറ്റേഷൻ ഓഫ് വർക്കിംഗ് അവേഴ്സ്, ജോലി സമയം ക്രമപ്പെടുത്തണം, നിജപ്പെടുത്തണം, കുറയ്ക്കണം. അതേപോലെ തന്നെ ദ റൈറ്റ് ടു സ്ട്രൈക്ക്, സമരം ചെയ്യാനുള്ള അവകാശം. അതുപോലെ ആനുവൽ ലീവ്, കൊല്ലത്തിലുള്ള ലീവ്, ആക്സിഡൻറ്റ് കോമ്പൻസേഷൻ, അപകടത്തിനുള്ള നഷ്ടപരിഹാരങ്ങൾ, പെൻഷൻസ്, സിക്ക് ആൻഡ് ഈവൻ മെറ്റേണിറ്റി ലീവ്, അതേപോലെ തന്നെ സിക്ക് ലീവ്, അസുഖമായുള്ള ലീവ്, അതേപോലെ പ്രസവ ലീവ് ഒക്കെ, പ്രസവാവധി, ഇതെല്ലാം അനുവദിക്കണം. അതായിരുന്നു അവരുടെ ഡിമാൻഡ്. അതെല്ലാം വെള്ളക്കാർ അവർക്ക് അനുവദിച്ചു കൊടുക്കണം. ഐ ആം പ്രഗ്നൻറ്റ് അറ്റ് ലാസ്റ്റ്, ഐ ഹാവ് അനദർ ചൈൽഡ് ഇൻസൈഡ് മീ. ഇപ്പോൾ ഈ സ്ത്രീ പറയും അവർ വീണ്ടും ഗർഭിണിയായി, അവർക്ക് വേറൊരു കുഞ്ഞുണ്ടായിരുന്നു. ബട്ട് ദാറ്റ് ഈസ് വിമൻസ് ബിസിനസ്. അതെല്ലാം സ്ത്രീകൾ നോക്കിക്കൊള്ളണം. വെൻ ദേ ടോക്ക് അബൌട്ട് ദ ബിഗ് മാൻ, ദ ഓൾഡ് മാൻ, അവർ ബിഗ് മാൻ, ഓൾഡ് മാൻ എന്നൊക്കെ പറയുമ്പോൾ, ബിഗ് മാൻ എന്ന് പറഞ്ഞാൽ സ്ലാങ് ഫോർ ആഫ്രിക്കൻ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, അതാണ് അവരുടെ പൊളിറ്റിക്കൽ നേതാക്കന്മാരാണ്. ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായം ചെന്ന അവരുടെ നേതാക്കന്മാർ. ഐ നോ ഹൂ ദീസ് ആർ, അവർ ലീഡേഴ്സ് ആർ ഓൾസോ ബാക്ക് ഫ്രം പ്രിസൺ. അപ്പോൾ ഇവരൊക്കെ ജയിലിൽ നിന്നും തിരിച്ചു വന്ന ആളുകളാണെന്ന് എനിക്ക് മനസ്സിലാവും. ഐ ടോൾഡ് ഹിം അബൌട്ട് ദ ചൈൽഡ് കമ്മിങ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ കുട്ടിയെ പറ്റി ഇവർ പറഞ്ഞപ്പോൾ, ഹീ സെഡ് ആൻഡ് ദിസ് വൺ ബിലോങ്സ് ടു എ ന്യൂ കൺട്രി. ഈ കുഞ്ഞെങ്കിലും ഒരു പുതിയ രാജ്യത്തിൻ്റെ അവകാശിയാവും. ഹി വിൽ ബിൽഡ് ദ ഫ്രീഡം വി ഹാവ് ഫോട്ട് ഫോർ. നമ്മൾ പൊരുതുന്ന സ്വാതന്ത്ര്യം അവൻ നേടിയെടുക്കും. ഐ നോ ഹി വാണ്ട്സ് ടു ഗെറ്റ് മാരീഡ് ബട്ട് ദർ ഇസ് നോ ടൈം ഫോർ ദാറ്റ് അറ്റ് പ്രസൻറ്റ്. അവന് വിവാഹിതനാകണമെന്ന് എനിക്കറിയാമായിരുന്നു. ശരിക്കും ഇവരെ ഭർത്താവാണ്, പക്ഷേ അവർ തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷെ അതിനുള്ള സമയം അവർക്കില്ല എന്നാണ്. ദർ വാസ് ഹാർഡ്ലി ടൈം ഫോർ ഹിം ടു മേക്ക് ദ ചൈൽഡ്. ഹി കംസ് ടു മീ ജസ്റ്റ് ലൈക്ക് ഹി കംസ് ഹിയർ ടു ഈറ്റ് എ മീൽ ഓർ പുട്സ് ഓൺ ക്ലീൻ ക്ലോത്ത്സ്. ദെൻ ഹി പിക്സ് അപ്പ് ദ ലിറ്റിൽ ഗേൾ ആൻഡ് സ്വിങ്സ് അറൗണ്ട് ആൻഡ് ദർ. അവൻ ആ കൊച്ചുകുട്ടിയെ എടുക്കുകയും താലോലിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇറ്റ്സ് ഡൺ, ഹി ഈസ് ഗെറ്റിംഗ് ഇൻ ടു ദ കോംബി. അപ്പോൾ കഴിയുമ്പോൾ അവൻ ബസ്സിൽ കയറുന്നു. ഈസ് ഓൾറെഡി ടേണിംഗ് ടു ഹിസ് കോംറേഡ് ദാറ്റ് ഫേസ് ഓഫ് ഹിസ് ദാറ്റ് നോസ് ഓൺലി വാട്ട് ഇൻസൈഡ് ഈസ് ഹെഡ്. അവൻ്റെ തലയിലുള്ള കാര്യം മാത്രമേ അപ്പോൾ ഓർമ്മ ഉണ്ടാവുള്ളൂ. ദോസ് ഐസ് ദാറ്റ് മൂവ് ക്വിക്ക്ലി ആസ് ഇഫ് ഹി ഈസ് ചേസിങ് സംതിങ് യു കാൺ സീ. അവനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒന്നിനെ ഓടിക്കുന്നത് പോലെയാണ് അവൻ അവരുടെ കൂടെ പോകുന്നത്. ദ ലിറ്റിൽ ഗേൾ ഹാസ് ഹാഡ് ടൈം ടു ഗെറ്റ് യൂസ് ടു ദിസ് മാൻ. ആ കൊച്ചുകുട്ടിക്ക് ഈ മനുഷ്യനെ പരിചയപ്പെടാനുള്ള സമയം കിട്ടുമായിരുന്നില്ല. ബട്ട് ഐ നോ ഷീ വിൽ ബി പ്രൗഡ് ഓഫ് ഹിം വൺ ഡേ. പക്ഷേ എനിക്കറിയാമായിരുന്നു ഈ കുട്ടി ഒരിക്കൽ അവനെ ഓർത്ത് അഭിമാനിക്കുമെന്ന്. ഹൗ ക്യാൻ യു ടെൽ ദാറ്റ് ടു എ ചൈൽഡ് 6 years old? ബട്ട് ഐ ടെൽ ഹെർ അബൌട്ട് ദ ബിഗ് മാൻ ആൻഡ് ദ ഓൾഡ് മാൻ. ഒരു 6 വയസ്സുള്ള കുട്ടിക്ക് എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കുക എന്ന് എനിക്കറിയില്ല. പക്ഷേ അവൾക്കറിയാമായിരുന്നു. ഞാൻ അവളോട് പറയുമായിരുന്നു, ആരാണ് ഈ ബിഗ് മാൻ, പവർഫുൾ പീപ്പിൾ ഇൻ ദ ഗവൺമെൻറ്, ബിഗ് മാൻ. ദ ഓൾഡ് മാൻ, ഓൾഡ് ലീഡേഴ്സ്, അവർ ലീഡേഴ്സ്. സോ ഷീ വിൽ നോ ദാറ്റ് ഹെർ ഫാദർ വാസ് വിത്ത് ദം ഓൺ ദ ഐലൻഡ്. ദിസ് മാൻ ഈസ് എ ഗ്രേറ്റ് മാൻ ടു. അപ്പോൾ അവളുടെ അച്ഛൻ ഈ ദ്വീപിൽ ജയിൽവാസമൊക്കെ അനുവദിച്ച ആളാണ്. അദ്ദേഹം എന്നെങ്കിലും ഒരു മഹാനായ ആളായി മാറുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഓൺ സാറ്റർഡേ നോ സ്കൂൾ ആൻഡ് ഐ പ്ലാൻഡ് ആൻഡ് ബീഡ് വിത്ത് മൈ മദർ. ശനിയാഴ്ചകളിൽ സ്കൂൾ ഉണ്ടാവില്ല. ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മയോടൊപ്പം പോയി കൃഷി ജോലികൾ ചെയ്യുകയും വയലിൽ നിന്നും കള പറിക്കുകയും ചെയ്യും. വീട് പ്ലക്ക് വീഡ്സ്. ഷീ സിങ്സ് ബട്ട് ഐ ഡോണ്ട്. ഐ തിങ്ക് അവർ പാട്ട് പാടും, പക്ഷേ ആ പാട്ട് ഞാൻ പാടുമായിരുന്നില്ല. ഓൺ സൺഡേ ദർ ഇസ് നോ വർക്ക്, ഓൺലി പ്രെയർ മീറ്റിംഗ്സ്. ഞായറാഴ്ചകളിൽ ജോലിയില്ലായിരുന്നു, പ്രാർത്ഥനാ യോഗങ്ങൾ. ഔട്ട് ഓഫ് ദ ഫാമേഴ്സ് വേ, അണ്ടർ ദ ട്രീസ് ആൻഡ് ബിയർ ഡ്രിങ്ക്സ് അറ്റ് ദ മഡ് ടിൻ ഹട്ട്സ് ഫോർ ദ ഫാമേഴ്സ് അലൗ us ടു സ്കാറ്റർ ഓൺ ദെയർ ലാൻഡ്. അപ്പോൾ അവിടെ ഈ ഞായറാഴ്ചകളിൽ അവർ ബിയർ കുടിക്കുകയും
മരച്ചുവട്ടിലൊക്കെ വിശ്രമിക്കുകയും ചെയ്യും. ഐ ഗോ ഓഫ് ഓൺ മൈ ഓൺ. ഐ യൂസ് ടു ഡു വെൻ ഐ വാസ് എ ചൈൽഡ്. ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ ആ പ്രദേശത്തു കൂടിയൊക്കെ നടക്കുകയും മേക്കിംഗ് അപ്പ് ഗെയിംസ് ആൻഡ് ടോക്കിംഗ് ടു മൈസെൽഫ് വെർ നോ വൺ വുഡ് ഹിയർ മീ ഓർ ലുക്ക് ഫോർ മീ. ഞാൻ സ്വന്തമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യും. ഐ സിറ്റ് ഓൺ എ വാം സ്റ്റോൺ ഇൻ ദ ലേറ്റ് ആഫ്റ്റർനൂൺ ഹൈ അപ്പ്. വൈകുന്നേരം ഞാൻ ഏതെങ്കിലും ഒരു നല്ലൊരു വാമായിട്ടുള്ള ഒരു കല്ലിൽ പോയിരിക്കും. ആൻഡ് ദ ഓൾ വാലി ഈസ് എ പാത്ത് ബിറ്റ്വീൻ ദ ഹിൽ ലീഡിങ് അവേ ഫ്രം മൈ ഫീറ്റ്. ഇറ്റ് ഇസ് ദ ബോവേഴ്സ് ഫോം ബട്ട് ദറ്റ് ഈസ് നോട്ട് ട്രൂ. ഇറ്റ് ബിലോങ്സ് ടു നോ ബഡി. അതൊരു വെള്ളക്കാരൻ്റെ ഫാമാണ്, പക്ഷെ അത് സത്യമല്ല, അത് ആരുടെയും അവകാശത്തിൽപ്പെട്ടതല്ല. ഇറ്റ് ബിലോങ്സ് ടു നോ ബഡി. ദ കാറ്റിൽ ഡോണ്ട് നോ ദറ്റ് എനി വൺ സേസ് ഹി ഓൺസ് ഇറ്റ്. ദ ഷീപ്പ് ദേ ആർ ഗ്രേ സ്റ്റോൺസ് ആൻഡ് ദെൻ ദേ ബിക്കം തിക്ക് ഗ്രേ സ്നേക്ക് മൂവിങ് ഡോണ്ട് നോ. അപ്പോൾ ഇവർക്കൊന്നും അറിയാത്തതുപോലെ തന്നെ ദ കാറ്റിൽ ഡോണ്ട് നോ, അതേപോലെ അവിടുത്തെ കന്നുകാലികൾക്കറിയില്ല ഇത് ആരുടെ ഭൂമിയാണെന്ന്, അവർക്കത് അറിയേണ്ടതില്ല. അതേപോലെ തന്നെ അവിടെ ഇഴഞ്ഞു നീങ്ങുന്ന സർപ്പങ്ങൾക്കറിയില്ല. അവർ ഹട്ട്സ് ആൻഡ് ദ ഓൾഡ് മൾബറി ട്രീ ആൻഡ് ദ ലിറ്റിൽ ബ്രൗൺ റാറ്റ് ഓഫ് earth that my mother dug brown mat of earth that my mother dug over yesterday, way down there, and way over there the clump of trees round the chimneys and the shiny thing that is the TV mast of the farmhouse, they are nothing on the back of this earth. It could teach them away like a dog does a fly. അപ്പോൾ ഇതെല്ലാം അവർ കാണുന്നത് ഷൈനി തിങ്സ് ദാറ്റ് ഈസ് ദ ക്ലംബ് ഓഫ് ട്രീസ്, അവിടുത്തെ മരക്കൂട്ടങ്ങളും ചിമ്മിനികളും ഒക്കെ കാണുന്നു. ഐ ആം വിത്ത് ദ ക്ലൗഡ്സ്, ദ സൺ ബിഹൈൻഡ് മീ ഈസ് ചേഞ്ചിങ് ദ കളേഴ്സ് ഓഫ് ദ സ്കൈ ആൻഡ് ദ ക്ലൗഡ്സ് ആർ ചേഞ്ചിങ് ദംസെൽഫ് സ്ലോലി. ഐ ആം അപ്പ് വിത്ത് ദ ക്ലൗഡ്സ്, ഞാൻ മേഘങ്ങൾക്കൊപ്പം ഉയർന്നു നിൽക്കുന്നു. ദ സൺ ബിഹൈൻഡ് മീ ഈസ് ചേഞ്ചിങ് ദ കളേഴ്സ് ഓഫ് ദ സ്കൈ, എൻ്റെ പുറകിലുള്ള സൂര്യൻ ഈ ആകാശത്തിന് നിറം മാറ്റുന്നു. ആൻഡ് ദ ക്ലൗഡ്സ് ആർ ചേഞ്ചിങ് ദംസെൽസ്, മേഘങ്ങൾ നിറം മാറുന്നു. സ്ലോലി. സം ആർ പിങ്ക്, സം ആർ വൈറ്റ്, സ്വെല്ലിങ് ലൈക്ക് ബബിൾസ്. ചിലത് പിങ്കാണ്, ചിലത് വൈറ്റാണ്. മേഘങ്ങളുടെ കളറ് സ്വെല്ലിങ് എന്ന് പറഞ്ഞാൽ അവ വീർത്ത് വരുന്നു. ബബിൾസ്, കുമിളകളെ പോലെ. അണ്ടർനീത്ത് ഇസ് എ ബാർ ഓഫ് ഗ്രേ നോട്ട് ഇനഫ് ടു മേക്ക് റെയിൻ. അതിൻ്റെ അടിയിൽ ഒരു ബാറ് പോലെ ഒരു ഒരു അടയാളം, ഒരു മേക്ക് റെയിൻ, മഴ പെയ്യാനുള്ള ഒരു നൂല് പോലുള്ള ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ചെറിയ ഭാഗം കാണുന്നു. ഇറ്റ് ഗെറ്റ്സ് ലോങ്ങർ ആൻഡ് ഡാർക്കർ. ഇറ്റ് ഗ്രോസ് എ തിൻ സ്നൗട്ട് ആൻഡ് ലോങ് ബോഡി ആൻഡ് ദെൻ ദ എൻഡ് ഓഫ് ഇറ്റ്സ് എ ടെയിൽ. അത് പെട്ടെന്ന് ഒരു നീളമുള്ള അതിൻ്റെ ഒരു വാലുള്ളതുപോലെ, അതേപോലെ സ്നൗട്ട്, അതിൻ്റെ വായ ഇങ്ങനെ തള്ളി നിൽക്കുന്നത് പോലെയൊക്കെ തോന്നും. ഗ്രോസ് തിൻ സ്നൗട്ട്. ദർ ഇസ് എ ഹ്യൂജ് ഗ്രേ റാറ്റ് മൂവിങ് അക്രോസ് ദ സ്കൈ ഈറ്റിംഗ് ദ സ്കൈ. അത് ഒരു വലിയ ഗ്രേ ചാര കളറുള്ള ഒരു എലിയാണ്, അത് ആകാശത്തെ തിന്നുന്നു എന്ന് ഞാൻ ഭാവനയിൽ കാണുന്നു. ദ ചൈൽഡ് റിമെമ്പേർഡ് ദ ഫോട്ടോ. ഷീ സെഡ് ദാറ്റ് ഇസ് നോട്ട് ഹിം. ആ കുട്ടി അവൻ്റെ ഫോട്ടോ എടുത്ത് നോക്കുന്നു, അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് നോക്കുന്നു. ഇത് അച്ഛനല്ല എന്ന് പറയുന്നു. ഐ ആം സിറ്റിംഗ് ഹിയർ വേർ ഐ കെയിം ഓഫൺ. ഹി വാസ് ഓൺ ദ ഐലൻഡ്. ഐ കെയിം ടു ഗെറ്റ് അവേ ഫ്രം ദ അതേഴ്സ്. ഞാൻ ഇവിടെ ഇരിക്കുന്നത് അവൻ ദ്വീപിലായിരിക്കുന്ന സമയത്ത് വന്നിരിക്കുന്നത് പോലെ തന്നെയാണ്. ഐ കെയിം ടു ഗെറ്റ് അവേ ഫ്രം ദ അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്നും രക്ഷപ്പെട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ. ടു വെയിറ്റ് ബൈ മൈസെൽഫ്. ഞാൻ കാത്തിരിക്കാൻ. ഐ ആം വാച്ചിങ് ദ റാറ്റ്. ഇറ്റ് ഈസ് ലൂസിങ് ഇറ്റ് സെൽഫ് ഷേപ്പ്. ഞാൻ എലിയെ നോക്കി നിൽക്കുന്നു, ആകാശത്തെ വിഴുങ്ങാൻ പോകുന്ന. ഈറ്റിംഗ് ദ സ്കൈ ആൻഡ് ഐ ആം വെയിറ്റിംഗ്. ഞാൻ കാത്തിരിക്കുകയാണ്. വെയിറ്റിംഗ് ഫോർ ഹിം ടു കം ബാക്ക്. അവൻ തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ്. വെയിറ്റിംഗ്, കാത്തിരിക്കുകയാണ്. ഐ ആം വെയിറ്റിംഗ് ടു കം ബാക്ക് ഹോം. അവൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും കാത്തുകൊണ്ട് ഞാനിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആംനസ്റ്റി. ഇതിൻ്റെ നോട്ടുകളും ഇതിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യനും അടുത്ത ക്ലാസ് പറയാം.